ഗ്രേറ്റ് പിരമിഡ്. പിരമിഡ് പ്രപഞ്ചത്തിലേക്കുള്ള ഒരു തരം പോർട്ടലായിരിക്കാം, ഇല്ലെങ്കിൽ പിരമിഡ് എനർജി ജനറേറ്റ് ചെയ്യുന്നൊരു ടെക്നോളജി ആയിരിക്കാം. എന്തായാലും ഇത് നിർമ്മിച്ചവർ മാത്തമാറ്റിക്സിലും ജോഗ്രഫിയിലും അഗ്രഗണ്യന്മാരായിരുന്നു. കാര്യം മറന്നുമല്ല, വളരെയധികം ആക്യുറസിയോടുകൂടിയും പ്രിസിഷനോടും കൂടിയാണ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് കാലത്ത് ഒട്ടും ആക്യുറസി നിർമ്മിക്കാൻ കഴിയാത്ത ഗ്രാനൈറ്റ് കൊണ്ട് പിരമിഡ് നിർമ്മാതാക്കൾ 2 ഗ്രാനൈറ്റ് സർഫസുകൾക്കിടയിൽ ഒരു പേപ്പർ കഷ്ണം പോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷ്മതയോടും പരന്ന സർഫസോടും കൂടിയാണ് പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്നൊരു ചോദ്യം, എന്തിനായിരിക്കും ഇവർ ഇത്രയും ആക്യുറസിയോടുകൂടിയും പ്രിസിഷനോടും കൂടിയും പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മൾ ആന്തരികമായി നോക്കുകയാണെങ്കിൽ പിരമിഡുകൾ ഒരു യന്ത്രത്തിന് സമാനമായി കാണാം. പക്ഷേ ഈ പിരമിഡുകൾ യന്ത്രമായിട്ട് അവർക്ക് എന്തിനായിരിക്കും? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിരമിഡ് കൊണ്ട് ലൈറ്റ് അല്ലെങ്കിൽ എനർജി നിർമ്മിക്കാൻ വേണ്ടിയായിരിക്കും എന്നാണ് പിരമിഡിനെ പറ്റി പഠിച്ചവരുടെ അഭിപ്രായം. അങ്ങനെ നോക്കുമ്പോൾ പിരമിഡിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ചും കിങ് ചേംബറിൽ, മൊത്തവും ഹൈ കണ്ടക്റ്റീവ് എലമെൻ്റായ ലൈംസ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം ഒരു യന്ത്രത്തിന് ഹൈ ഫ്രീക്വൻസിയിൽ അയോണോസ്ഫിയറിലേക്കോ ചാർജ് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പിരമിഡിനെ പറ്റി പഠിച്ചവരുടെ അഭിപ്രായം. എന്തായാലും അന്ന് കാലത്ത് ഇത്രയും ആക്യുറസിയോടുകൂടിയും പ്രിസിഷനോടുകൂടിയും പിരമിഡ് നിർമ്മിച്ചതിന് എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.